Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. മൗനമേ എൻ ഹൃദയം തൊട്ടുണരൂ മേഘങ്ങൾ പോലെ നീ ഒഴുകൂ സ്വപ്നങ്ങളുടെ തീരത്ത് ഞാൻ നിൽക്കുമ്പോൾ നിന്റെ പാദഛായ തേടി നിൽക്കുന്നിതൻ മിഴികൾ തളർന്ന രാത്രികൾ പോലെ ചിരിമാഞ്ഞ മുഖമായി ഞാൻ മാറി നിലവുകൾ കാറ്റായി തഴുകുമ്പോൾ മൗനത്തിൻ്റെ പാതയിൽ ഞാൻ നടക്കും. ആദിത്യ, ഇന്നെന്താ താമസിച്ചോ? കുറച്ച് ലേറ്റായി. ഇന്റീരിയർ വർക്ക് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. അതെ ആദിത്യ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എൻ്റെ വർക്ക് ചെറുതായിട്ട് പെൻഡിങ് ഉണ്ട്. അപ്പം അത് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് വാട്സാപ്പ് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഒന്ന് നോക്കാമോ? ഓ ഇല്ല, എനിക്ക് ടൈമില്ല, എനിക്ക് വർക്കൊക്കെ ചെയ്യാറുണ്ട്. അങ്ങോട്ട് മാറി നിൽക്കുക. ഇവൻ ഏതരാ? ചേട്ടാ, ഇവൻ ഇന്നും വന്നോ? ഇവനെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. അപ്പം ശരി, നാളെ കാണാം. പോവാണോ? അല്ല, താഴെ വരെ. ഞാനും വരട്ടെ? വേണ്ട.
സ്വപ്നങ്ങളിലൂടെ നീ ഒഴുകൂ. ഹലോ സാർ, ഞാൻ ആ മെയിൽ അയച്ചിട്ടുണ്ട്. ഇപ്പോഴാണോ അയച്ചത്? ഇപ്പം അയച്ചതേ ഉള്ളൂ. ഓക്കെ. സാർ ഒന്ന് ചെക്ക് ചെയ്തേക്കെ. ഓക്കെ. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവ് ആയിരിക്കും. ടൈം എടുത്തു. ഓക്കെ. ഇന്ന് മനസ്സ് ഭാരമുള്ള ഒരു ദിവസം എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. ഇന്നും ഹൃദയത്തിൻ്റെ ഒരു കോണിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഒരു സൗഹൃദത്തെ ഞാൻ കണ്ടു. എത്ര ദിവസം കഴിഞ്ഞിരിക്കുന്നു അവസാനമായി കണ്ടിട്ട്. പക്ഷെ ഇന്ന് കാണുമ്പോൾ എന്തോ ഒരു അകലം. ആരെന്നും എൻ്റെ കൂടെ ഉണ്ടാവും. എങ്കിലും എൻ്റെ മനസ്സിൽ ഇന്നും ഒരു അകലം നിലനിൽക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയായി നിൽക്കുന്നു. ഒരു മിനിറ്റ് കേട്ടോ. ഇത് ആദ്യത്തെ അല്ലേ? ആദിത്യ, സോറി. ഇറ്റ്സ് ഓക്കെ.
അശ്വതി, നിനക്കെന്നെ മനസ്സിലായില്ലേ? നീ എന്നെ കണ്ടിട്ട് അതിനെ ഓടിപ്പോയത്. നിനക്കെന്നെ ഓർമ്മയില്ലേ? നിന്നെ ഒരുപാട് ഞാൻ അന്വേഷിച്ചു, നിന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു. നിന്നെ ഇപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നീ ആദ്യത്തെ ആണെങ്കിലും അല്ലെങ്കിലും എനിക്കറിയില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരിക്കലും പോയില്ല എന്ന് വിചാരിച്ചിടത്തോട്ട് പോകേണ്ടതായി വന്നു. അന്ന് ഈ സ്ഥലത്ത് അമ്മയുടെ അച്ഛൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല എന്ന്. കുറേ വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്. എനിക്കറിയാം എല്ലാം വല്ലാണ്ട് മാറിയിട്ടുണ്ട്. ഒരിക്കലും വരണ്ട, ഈ ഓർമ്മയിലേക്ക് തിരിച്ചു പോകണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ഓർമ്മകൾ അങ്ങനെയാണ്, അങ്ങനെ തന്നെ മതിയായിരുന്നു. എന്തിനാ അശ്വതി നീ എൻ്റെ അടുത്തോട്ട് വന്നത്?
നമ്മുടെ വീടിൻ്റെ അവിടെ കൂടെ ഒക്കെ ഞാൻ നടന്നു. പക്ഷേ എന്തോ മനസ്സിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. തിരിച്ചു പോയാലോ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അശ്വതിയെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി അവളെ കണ്ടിട്ട് പോകാം. ഞാൻ ആരാണ് എന്താണെന്നും ആരും അറിയണ്ട. ഇനി അഥവാ ആരെങ്കിലും കാണേണ്ടി വന്നാൽ പോലും വേറൊരാളായിട്ട് മാത്രമേ ഞാൻ നിന്നോളൂ. എന്നാലും എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് അവളെ കാണുന്നത്. പക്ഷെ അതെങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയില്ല. ചേട്ടാ അവിടെ നിർത്തിയേക്കെ, അവിടെ ചേട്ടാ 50 അല്ലേ? നിങ്ങൾ എവിടെയായി? എത്തിയോ? ചേച്ചി ഞങ്ങൾ എത്തിയേ. ശരി, അവരെത്തി. ഇടി നീ എവിടെ നോക്കി നിൽക്കുവാ? അവര് വന്നു. ചേച്ചി ഇതെവിടെ സെറ്റ് ചെയ്യണ്ടേ? അവിടെ ചെയ്താൽ മതി. ഓക്കെ ശരി. വാ. ഇവിടെ ഇരിക്ക്, ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഞാൻ നിനക്ക് കുടിക്കാൻ എടുക്കാം. എടാ നമുക്ക് പുറത്തോട്ട് പോയാലോ? വാ പോവാം. നമ്മളോട് പഠിച്ച ലക്ഷ്മി അർച്ചനയൊക്കെ ഇപ്പോൾ എവിടെ? അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് എവിടേക്കാണ്? ഒരു വിവരവും ഇല്ല. നമുക്ക് അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചാലോ? പിന്നെ ഞാനിവിടെ ഇല്ലായിരുന്നു, സ്റ്റഡീസൊക്കെ ആയി അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ചു. വർഷങ്ങൾ കഴിയും തോറും എൻ്റെ കല്യാണക്കാര്യങ്ങൾ കുറച്ചധികം സീരിയസ് ആയി. അങ്ങനെ ഇവിടെ വരെ എത്തി. സ്കൂളിൽ പോയിട്ട് നമ്മൾ ഈ പാലത്തിൽ വന്ന് ഐസ്ക്രീം ഒക്കെ കഴിക്കുമായിരുന്നല്ലോ. നമ്മൾ മാത്രമേ മാറിയുള്ളൂ. ഇവിടെ ഇപ്പോഴും അതുപോലെ തന്നെയാണ്. നിങ്ങളിവിടെ നിന്ന് പോയതിന് ശേഷം ഒരു വിവരവും ഇല്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അറിഞ്ഞത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആക്സിഡൻറ്റ്. അതറിഞ്ഞപ്പോൾ ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു. ദുബായ് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയായിരുന്നു ആ ആക്സിഡൻറ്റ് ഉണ്ടായത്. പക്ഷെ ചിലപ്പോഴൊക്കെ തോന്നും അവർ എന്നെ ഇവിടെ വിട്ടിട്ട് പോയത് നല്ല തീരുമാനമാണെന്ന്. അവർ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ തരാൻ ശ്രമിച്ചു. അവർക്ക് വേണ്ടി എനിക്കിത് നേടിക്കൊടുക്കാൻ പറ്റി. അത് കാണാൻ അവരില്ലായിരുന്നു. അവിടെ ഇപ്പോൾ വീടൊക്കെ ആയല്ലോ. അവിടെ നേരത്തെ ഇല്ലായിരുന്നോ? നീ ഞാനിവിടെ തന്നെ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഒന്നും തോന്നാഞ്ഞത്. ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ അല്ലേ? എല്ലാവരും വരുവടാ, ടൈം ആവുന്നേ ഉള്ളൂ. ഇനിയുണ്ടല്ലോ 1 വീക്ക്. പിന്നെ ഈ മഴ പെയ്യുന്നത് കൊണ്ടാണ് 2 ദിവസം മുന്നേ വരെ നല്ല മഴയായിരുന്നു. ഇപ്പം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. എടാ നീ എന്താ പിന്നെ എന്നെ കോണ്ടാക്റ്റ് ഒന്നും ചെയ്യാഞ്ഞത്? അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓർമ്മകളൊക്കെ ഓർമ്മയായി തന്നെ ഇരിക്കട്ടെ, അതാണ്. ഡാ ഒരു കോള് വരുന്നേ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. നീ ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണോ അവിടെ? ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിലൊക്കെ ആയി പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങി വേറൊരു സ്ഥലത്തോട്ട് മാറിയിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അപ്പോഴാണ് നീ വന്നത്. എനിക്ക് എങ്ങനെ നിന്നെ കണ്ട എക്സൈറ്റ്മെൻറ്റ് കാണിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഐ ആം സോറി. എല്ലാം ഓർമ്മകളായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ബട്ട് എനിക്കതിന് പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ എത്തി. അച്ഛൻ എന്താ പറ്റിയ അശ്വതി? കൊറോണ ഒക്കെ വന്നപ്പോൾ സംഭവിച്ചതാ. ആദ്യം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നെ മനസ്സിലാക്കുന്നത് അച്ഛനായിരുന്നു.
അശ്വതി, അമ്മയൊക്കെ എവിടെ പോയി? അവരെ ആരെയും കണ്ടില്ലല്ലോ. അവരെല്ലാം മാരേജിനുള്ള സാധനം വാങ്ങാൻ പോയതാടാ. നാളെ എത്തത്തുള്ളൂ. അവരെല്ലാം പോയിട്ട് പിന്നെ നീ എന്താ പോകാഞ്ഞത്? ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ അമ്മ പറഞ്ഞ് പന്തലിടാൻ ആൾക്കാർ വരുമെന്ന് പറഞ്ഞു. അപ്പോഴാ നിന്നെ കണ്ടേ. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഇതുവഴിയല്ലേ സ്കൂളിൽ പോയത്? എടാ, ആദ്യം ഒരു കോള് വരുന്നേ. ഒരു മിനിറ്റ്, ഞാൻ പൊക്കോളാം. ഇങ്ങനെ കിടന്ന് വിളിക്കണ്ട. ഓക്കെ. അശ്വതി, എന്തു പറ്റിയടാ? ഒന്നുമില്ലടാ. ചേട്ടാ അങ്ങോട്ട് എടുപ്പിച്ചേക്കേ. എടാ, നീ നേരത്തെ കാണുന്നതിനേക്കാളും ശരിക്കും മാറി. എടാ, നിനക്കെന്താ പറ്റിയേ? നീ എന്താ എന്നെ പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ചെയ്യാഞ്ഞത്? നീ ഇപ്പോഴും പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കുവാണോ? നിനക്ക് നിൻ്റെ ഫ്യൂച്ചർ നോക്കണ്ടേ? ഞാനിങ്ങോട്ട് ട്രെയിൻ കയറുന്നതിന് മുമ്പ് കുറേ വട്ടം ആലോചിച്ചു. എനിക്ക് പഴയ കാര്യമൊന്നും ഓർക്കാൻ താല്പര്യമില്ല. പിന്നെ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനിങ്ങോട്ട് വന്നത്. നിൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ പോകും. എനിക്ക് ഈ മാരേജിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമായി കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പിന്നെ നിന്നെ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി. എന്നിട്ട് എന്തുകൊണ്ടാണ് നീ എന്നോടത് പറയാത്തത്? എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. നീ കാണാറില്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ കോൾസ് വരുന്നത്? അതവനാ, രാഹുൽ. എനിക്ക് ഹൈദരാബാദിലൊരു ജോബ് വേക്കൻസി വന്നതാണ്. പക്ഷേ അവൻ പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ വീട്ടുകാരും പറഞ്ഞു ഇവിടെ നിൽക്കാൻ, എങ്ങും പോകണ്ട, കല്യാണം കഴിച്ച് കഴിഞ്ഞ് ജോലിക്ക് പോയാൽ മതി, കല്യാണം കഴിച്ച് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നത്. ഞാൻ പഠിച്ചതിനൊരു വാല്യൂ ഇല്ലാതായതുപോലെ ആയിപ്പോയി. പിന്നെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എനിക്ക് ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. എടാ, നിനക്ക് പോകണമെന്നുണ്ടോ? ഉം. ഞാനെന്തായാലും നിനക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യും. ആദ്യം നീ സ്വന്തം കാലം നിൽക്ക്, എന്നിട്ടല്ലേ കല്യാണമൊക്കെ. ഞാനെന്തായാലും നിനക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യും. നിനക്ക് വരാൻ പറ്റുവാണെങ്കിൽ നീ വാ. ഞാനെന്തായാലും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. വിളിക്കും ഞാൻ. ഹലോ. അമ്മയൊക്കെ വരാൻ ഇനിയും ടൈം എടുക്കും. അശ്വതി, ഇത് നിന്റെ ലൈഫാടാ. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അവിടെ. നീ വരുമോ? ഞാൻ വരാം.